ജനം ടിവി ബിഗ് ഇമ്പാക്ട്. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകാതിരിക്കാൻ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിന് സമീപത്തായി ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് അനധികൃതമായി നിർമ്മിച്ച കുരിശാണ് പൊളിച്ചത്. സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ചു നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുറത്തുകൊണ്ടുവന്നത് ജനം ടിവി. പരുന്തുംപാറയിൽ സജിത് ജോസഫ് കയ്യേറി നിർമ്മിച്ച വൻകിട റിസോർട്ടിന് സമീപത്തായി ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് കുരിശ് നിർമ്മിച്ചത്. കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് ഉദ്യോഗസ്ഥ ഒത്താശയോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ജനം ടിവി വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കളക്ടറുടെ ഇടപെടൽ. കയ്യേറ്റ ഭൂമിയിലെ കുരിശ് പൊളിച്ചു നീക്കാൻ പീരുമേട് LR തഹസിൽദാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൊട്ടു പിന്നാലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചു. ഇരുമ്പ് കമ്പികൾ കൂട്ടിയോജിപ്പിച്ച് നെറ്റ് ചുറ്റി കോൺക്രീറ്റ് നിറച്ചാണ് കുരിശ് നിർമ്മിച്ചത്. റവന്യൂ ഭൂമി കയ്യേറി സജിത് ജോസഫ് 5 കെട്ടിടങ്ങളും ഇവിടെ പണിതിട്ടുണ്ട്. ധ്യാന കേന്ദ്രമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സജിത്ത് വമ്പൻ റിസോർട്ട് പണിതുയർത്തിയത്. ഈ ഭൂമി സംബന്ധിച്ച രേഖകളും റവന്യൂ വകുപ്പ് പരിശോധിച്ചു വരികയാണ്. പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ 15 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. സജിത്തിന്റേതുൾപ്പെടെ പരുന്തുംപാറയിലെ അനധികൃത നിർമ്മാണങ്ങൾ കയ്യേറ്റ ഭൂമിയിലെന്ന് കണ്ടെത്തിയാൽ പട്ടയം ഉൾപ്പെടെയുള്ളവ റദ്ദു ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. സർക്കാർ സംവിധാനത്തെയും ജില്ലാ ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് സജിത് ജോസഫ് കെട്ടിപ്പൊക്കിയ കുരിശാണ് ഈ നിലത്ത് വീണ് കിടക്കുന്നത്. പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങളിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു എന്നുള്ളതിന്റെ സൂചന. ജോസഫ് മാത്യുവിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.